നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തൂരാണ് കേട്ടോ. കളഞ്ഞു കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച ബിൻസി ചേച്ചി തിരക്കാണ് ഞാനിതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ താണ്ടെ ഇതാണ് നമ്മുടെ ബിൻസി ചേച്ചിയുടെ വീഡിയോ കേട്ടോ. ഇതാണ് ബിൻസി ചേച്ചി. ചേച്ചി, ഈ സംഭവമൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? ഞങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു, കുറച്ച് കാശ് ചേച്ചി കിട്ടി, അത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കുറച്ച് പാടുപെട്ടെന്നൊക്കെ അറിഞ്ഞ്. എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ എടക്കാട് അക്ഷയയിലാണ് വർക്ക് ചെയ്യുന്നത്, പോരൂരി പഞ്ചായത്തിൻ്റെ എടക്കാട് അക്ഷയ. അപ്പോൾ അന്ന് രാവിലെ ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 12-12:30 ആയപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പം അവിടെ വെള്ളം കുടിക്കാൻ വെച്ചേക്കുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ അടുത്ത കസേര ടേബിളിൻ്റെ താഴെയായിട്ടൊരു കവർ കിടക്കുന്നുണ്ട്. ആദ്യം അത്ര ആരേനും കയ്യിൽ നിന്ന് വീണതായിരിക്കും എന്ന് കരുതിയെങ്കിലും ഞാൻ പിന്നെ അതെടുത്ത് തുറന്നു നോക്കിയപ്പം ഒരു 200-ൻ്റെ ഒരു കെട്ട് നോട്ട് കണ്ടു ആദ്യം. പിന്നെ തുറന്നില്ല, അതുപോലെ തന്നെ മടക്കി എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീദേവി എന്ന് പറഞ്ഞ ചേച്ചിയുടെ കൈ കൊടുത്തു. വെച്ചേരെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഒരു 12 മണിയായപ്പോൾ ഞങ്ങളുടെ കൈ കിട്ടി. 3-3:30 വരെ ആരും വന്നില്ല. അന്നേരമാണ് ഞങ്ങൾ ആ ഇത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കവറുണ്ടായിരുന്നു. ആ കവറിൽ 500-ൻ്റെ ഒരു കെട്ടും, അപ്പോൾ 200-ൻ്റെ കെട്ടും പിന്നെ 500-ൻ്റെ കെട്ടും പിന്നെ 500-ൻ്റെ കുറേ നോട്ട് മടക്കി കെട്ടിയും വെച്ചേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അത്രയും രൂപയുള്ളപ്പം പോയ ആളെന്തായാലും പെട്ടെന്ന് വരണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വരാനായപ്പം ഞങ്ങളുടെ സാറിനെ വിളിച്ചു. ഈ കളഞ്ഞുപോയ ഒരുപാട് വിഷമിച്ചു കാണൂല്ലേ ആ സമയത്തൊക്കെ? അദ്ദേഹം എവിടെയെങ്കിലും തിരക്കി കാണും. എവിടെ പോയെന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. പിന്നെ ഞങ്ങളുടെ സാറിനെ വിളിച്ചപ്പോൾ സാറ് ഗുരുവായൂർ പോയിരുന്നതാ. സാറ് 2 ദിവസം കൊണ്ടേ സ്ഥലത്തില്ലായിരുന്നു. അപ്പം സാറ് പറഞ്ഞു ആരെങ്കിലും വരുമോ, കുറച്ച് നേരോടെ നമുക്ക് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തോന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അതങ്ങനെ ഒരു 4:30 ആയിട്ടും ആരെയും കാണാതായപ്പം സാർ പിന്നെ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു പേര് മാത്രമുണ്ട്. അത് ആരാണെന്നോ അതിനകത്ത് അഡ്രസ്സോ അങ്ങനെ ഒന്നുമില്ല. ഉണ്ണികൃഷ്ണൻ എന്ന പേരെന്ന് വെച്ചാൽ അത് ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് പോയതിന്റെ ഒരു തുണ്ടാണ്. അതിന്റെ പുറത്ത് ഉണ്ണികൃഷ്ണൻ 48 വയസ്സ് എഴുതി. അത് മാത്രമേ ഉള്ളൂ. ഫോൺ നമ്പരും ഇല്ല, അഡ്രസ്സും ഇല്ല. പിന്നെ സ്റ്റേഷനിൽ അറിയിച്ച അന്നേരം പോലീസ് അവിടെ സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞ പൈസ. അങ്ങനെ എൻ്റെ വീടിനടുത്താണ് ഇത്. എൻ്റെ സ്വന്തം വീടാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ശൂരനാണ്. പുത്തൂർ ചേച്ചി അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുത്തൂർ വന്നിട്ടുള്ളത്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പം വരുന്ന വഴി കൊടുക്കാം എന്ന് വിചാരിച്ച് പോരുന്നു. എടുത്തവിടെ വെച്ചു. 5:30-6 മണിയാവും ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ. സാറും കൂടി ഇല്ലല്ലോ. അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള സമയമായപ്പോഴാണ് അദ്ദേഹം വരുന്നത്. എന്റെ ഒരു കവർ ഇവിടെ കിട്ടിയോ എന്ന് ചോദിച്ചു. തീരുമാനത്തിലെത്തി. അന്നേരം പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമല്ലോ, നമ്മളവരെ അറിയിച്ചു. അന്നേരം പറഞ്ഞു അവര് വന്നിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഓഫീസിലോട്ട് വരുമായിരുന്നു. പിന്നെ അത് പോലീസ് ചോദ്യം ചെയ്തു, ഇത് ഇത്ര രൂപ ഉണ്ടെന്ന് അദ്ദേഹം എല്ലാം ടോട്ടൽ 1,00,000 പുറത്തുണ്ട്. പല കെട്ടുകളായിട്ടിരിക്കുവായിരുന്നു. ഒരു 20-70 പിന്നെ ഒരു 500-ൻ്റെ ഒരു 30,000 രൂപയുടെ ഒരു ചില്ലറ കെട്ടും ഒരുമിച്ചുണ്ട്. പിന്നെ കൊച്ചു ചില്ലറകളൊന്നും ഞങ്ങൾ നോക്കിയില്ല. 500-ൻ്റെ 200-ൻ്റെ ഒക്കെ വേറെ കൊച്ചു ചെറുതായിട്ടുള്ള പൈസ പല കെട്ടുകളായിട്ട് കെട്ടി വെച്ചേക്കുവായിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞാൽ 2 താക്കോലും ഉണ്ടായിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ കക്ഷി ഭയങ്കര സന്തോഷമായി കാണും. തീർച്ചയായിട്ടും പോയെന്ന് വിചാരിച്ച കാശായിരിക്കും ഒരു പക്ഷേ അല്ലേ? അങ്ങനെ കിട്ടിയത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തൂല്ലേ? എന്തായാലും സത്യം പറഞ്ഞാൽ വലിയൊരു മാതൃകയായി. കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടുന്നേരൊക്കെ കളഞ്ഞു കിട്ടുന്ന കാശൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെ മാറ്റി വെക്കുന്നൊക്കെ സമയത്ത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. അത് അന്ന് ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത് വേറെ ആരെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഏരിയയിൽ ഒരു കടയിൽ കയറി ആരോ 4,000 രൂപ എടുത്തോണ്ട് പോയി. അങ്ങനെ കാലഘട്ടത്തിലാണ് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. അങ്ങൊരു കാലഘട്ടത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഒക്കെ കയ്യിൽ കിട്ടിയിട്ട് അതിന് ഉടമയെ തിരക്കിയിരുന്നു, വൈകുന്നേരം വരെ തിരക്കിയിരുന്നു. പിന്നെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്നുള്ള തീരുമാനത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ തിരിച്ചു വന്നതും ആ പൈസ തിരിച്ചു കൊടുത്തതും. എനിക്കും പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ ചിലപ്പം കാത്തുവീഴ്ച വെച്ചിരുന്ന കാശായിരിക്കും. കിട്ടിയപ്പം അയാൾക്ക് ഒരുപാട് സന്തോഷമായിക്കണം അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ സന്തോഷമായി നിങ്ങൾക്ക്. കാര്യം ഇത് തീർച്ചയായിട്ടും കാര്യം ഒരാൾ ചിലപ്പം അത്രത്തോളം ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കിയ ഒരു കാശായിരിക്കും. കാര്യം നമുക്ക് ആ പൈസ കിട്ടിക്കൊണ്ട് നമുക്കൊന്നും സാധിക്കാനില്ല അല്ലേ? അപ്പോൾ എന്തായാലും ആ ഒരു പൈസ തിരിച്ചു കൊടുത്ത് മാതൃകയായ നമ്മുടെ ബിൻസി ചേച്ചിയാണ് കേട്ടോ നിൽക്കുന്നത്. ചേച്ചിയുടെ വീട് പുത്തൂരാണ്. ചേച്ചിയുടെ അല്ല, സ്വന്തം വീട് പുത്തൂരാണ്. ചേച്ചി കെട്ടിച്ചുകൊണ്ട് പോയത് ശൂരനാട് പോരോഴി അല്ലേ? ശൂരനാട് പോരോഴിലാണ് കേട്ടോ. എന്തായാലും ചേച്ചി, നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു.